പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഓണക്കാലത്ത് സിറ്റി ചാനലിനോടൊപ്പമുള്ളത് കലാ, സാഹിത്യം, സംഗീതം തുടങ്ങി സർവ്വമേഖലകളിലും ജന്മസിദ്ധമായ കഴിവുകളാൽ സമ്പന്നമായ ഒരു മഹത് വ്യക്തിയാണ് ശ്രീ ചന്ദ്രമോഹൻ. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലൂടെ ഈ ഓണം ആസ്വദിക്കാം. ആദ്യം നമുക്ക് ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട്. കുട്ടിക്കാലം മുതൽ നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും മറക്കാത്ത ഒരുപാട് നല്ല ഓർമ്മകളുടെ അവിസ്മരണീയമായ നിമിഷങ്ങളുടെ ഒരു കാലമാണ് ഓണക്കാലം. ഓണത്തെക്കുറിച്ചുള്ളൊരു പാട്ട് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സംസാരം ആരംഭിക്കാം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാട്ട് പാടിക്കൊണ്ട് ആയിക്കോട്ടെ, രണ്ടൊരു പാട്ട് പാടാം. പാടിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. പാട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഓണത്തിനെ പറ്റി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നൊരു പാട്ട് ഓണപ്പൂവേ എന്നുള്ളൊരു പാട്ട് തന്നെയാണ്. രണ്ട് പരിപാടി. ഓണപ്പൂവേ പൂവേ 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 ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. ഓണത്തിൻ്റെ എല്ലാവിധ സൗന്ദര്യവും കൂടി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നൊരു പാട്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ വളരെ ചെറുപ്പം മുതൽ കേൾക്കുന്നൊരു പാട്ട്. ഈ പാട്ട് കേൾക്കുമ്പോൾ എല്ലാവർക്കും നമ്മളെ കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെയുള്ള ഓർമ്മകളുണ്ടാവും. അതെ അതെ. എനിക്ക് തോന്നി ഈ ഗാനം ഇറങ്ങിയിട്ട് ഒരുപാട് വർഷമായി. ഒരുപാട് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ എനിക്കിപ്പോൾ ഒരു വളരെ ചെറുപ്പത്തിൽ കേൾക്കുന്ന നമ്മൾ വളരെ കുഞ്ഞുകാലത്ത് കേൾക്കുന്ന പാട്ടല്ലേ. അപ്പോൾ നമ്മളെ ചെറുപ്പകാലത്തിലേക്ക് ഈ പാട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അങ്ങയുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് നമുക്ക് തുടങ്ങാം. ഓക്കെ. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ പഴയങ്ങാടിയാണ്, മാടായി സ്കൂളിലാണ് എൻ്റെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ മാടായി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, കാരണം വെച്ചാൽ നമ്മുടെ ഓണം മാടായി പാറയിലാണ് നമ്മൾ സത്യത്തിൽ ആഘോഷിക്കാറുള്ളത്. കാക്കപ്പൂ, തുമ്പപ്പൂ, കോഴിപ്പൂ, അങ്ങനെ മാടായിപ്പാറ ഈ ഒരു കാലഘട്ടത്തിൽ, ഓണക്കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ പാറയൊന്നും കാണില്ല, കംപ്ലീറ്റ് ഒരു നീല പരവതാനി വിരിച്ച ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇന്നതൊക്കെ പോയി. ഇന്ന് മാടായിപ്പാറ സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ അത് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നും. കാരണം വെച്ചാൽ ഇന്ന് കുറേ ആൾക്കാർ അതിലൂടെയൊക്കെ നടന്ന് വണ്ടികൾ കയറ്റി അങ്ങനെ ഒരുപാട് സൗന്ദര്യം, മാടായിപ്പാറയുടെ സൗന്ദര്യം ഓരോ ദിവസമായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. ഈവൺ അവിടെ ഒരു കുറച്ച് പിന്നെ അത് ഒരു പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ഉണ്ട്. അപ്പം ഞാനൊരു കോൺടാക്ട് ചെയ്യാറുണ്ട്. പലപ്പോഴും ചില മീറ്റിങ്ങൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. അതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലങ്ങളെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഈ പറഞ്ഞ പോലെ എല്ലാം പൂക്കൾ പോയി വാങ്ങിക്കുക അല്ലേ, നമുക്കെല്ലാം റെഡിമെയ്ഡാണ്. ഇന്ന് ഓണസദ്യ അടക്കം റെഡിമെയ്ഡാണ്. അന്ന് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ താളം ചെപ്പ് ഉണ്ടല്ലോ, അതിങ്ങനെ കോട്ടി വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ പൂ പറിച്ചിട്ട് നമ്മൾ കുറേ കുട്ടികളുണ്ടാവും. ഏകദേശം ഒരു 10-30 കുട്ടികൾ ഒന്നിച്ചാണ് യാത്ര. ഇത് പൂ പറിക്കാൻ ഭയങ്കര അനുഭവമാണ്. ആ കാലത്ത് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒന്നും ഇനി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല നമുക്ക്. ഈവൻ നമ്മുടെ ഇപ്പോഴത്തെ തലമുറക്കും അതില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും കിട്ടും ഒരു താല്പര്യമില്ല. ഓണം വിഷു അവർക്ക് സാധാരണ നോർമൽ ഡേ പോലെയുള്ളൂ. അതെ അതെ. അവർക്ക് എന്നും ഓണായതുകൊണ്ട് മാധുര്യം അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ കാലം ഓണം തന്നെയൊക്കെയാണ്. ഓക്കെ. അപ്പോൾ ഈ നമ്മുടെ ഉള്ളിൽ ഒരുപാട് കലാവാസനകൾ ഉണ്ട് എന്നുള്ളത് ജന്മസിദ്ധമായി കിട്ടുന്നതാണ് കലാവാസനകൾ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ആദ്യമായി തോന്നിയത് എപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഗായകനുണ്ടെന്നും എൻ്റെ ഉള്ളിലൊരു താളം ആസ്വദിക്കാനും എനിക്ക് താളം ഇടാനൊക്കെ കഴിയും എന്നൊക്കെ തോന്നി? അതോടൊപ്പം നാടകരംഗത്തും സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും ഒക്കെ നിറഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു കലാവാസന എൻ്റെ മനസ്സിലുണ്ട് എന്ന് തോന്നിയത്? സത്യത്തിൽ ഈ താളബോധം എന്ന് പറയുമ്പോൾ പിന്നെ എൻ്റെ പഴയ തറവാടായിരുന്നു പഴയങ്ങാടിയിൽ. അപ്പോൾ അതിനിങ്ങനെ ഈ ഒരു മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് 2 നിലയുള്ള വീടായിരുന്നു, പഴയ ഓടിട്ട വീട്. അപ്പോൾ ഇതിനൊരു 5-6 സ്റ്റെപ്പ് ഉണ്ട്. അതെല്ലാം മരത്തിൻ്റെ സ്റ്റെപ്പാണ്, ഇന്നത്തെ പോലെ ഇഷ്ടികയോ അല്ല സിമെൻ്റ് അല്ല. അപ്പോൾ ഈ ഒരു 7 സ്റ്റെപ്പ് ഉണ്ട്. 7 ഇതിലും ഞാനിങ്ങനെ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഓരോന്നിലും ഇങ്ങനെ മുട്ടിയിട്ട് ഇറങ്ങും. അത് 7 ടോണാണ്. 7 സ്റ്റെപ്പിനും 7 സപ്ത സ്വരങ്ങൾ തന്നെ പറയാം സത്യം പറഞ്ഞാൽ. അതൊക്കെയായിരുന്നു എൻ്റെ ആദ്യത്തെ അനുഭവം. ഈ താളത്തോടുള്ള ഒരു എനിക്ക് താല്പര്യം തോന്നിയത് ആ സ്റ്റെപ്പുകളാണ്. എല്ലാവരും സ്റ്റെപ്പ് ഇറങ്ങിയിട്ടുണ്ടാവും, പക്ഷെ ആർക്കും അത് ചിലപ്പോൾ ആരുടെ മനസ്സിലും പോയിട്ടില്ല. പക്ഷെ ഇത് ജന്മസിദ്ധമായ ഒരു കഴിവ് തന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമുക്കെല്ലാം അത് കണ്ടെത്തും. നമ്മൾ അറിയാതെ അതിലേക്ക് അത് നമ്മൾ കണ്ടുപിടിക്കപ്പെടും. അപ്പൊ ഞാൻ രാവിലെ ഇങ്ങനെ വെറുതെ ഇറങ്ങി വരില്ല. അപ്പൊ ഓരോ സ്റ്റെപ്പിൽ ഒരു താഴത്തെ സ്റ്റെപ്പിലിരിക്കും, ആ ഫസ്റ്റ് സ്റ്റെപ്പിലൊന്ന് മുട്ടും, പിന്നെ താഴത്തെ അങ്ങനെ ഇറങ്ങിയപ്പോൾ പിന്നെ അച്ഛൻ മിലിറ്ററിയിലായിരുന്നു. അപ്പൊ അത് കാരണം പിന്നെ അച്ഛൻ നമ്മളധികം കൂടുതൽ അങ്ങനെ ആ സമയത്ത് ശ്രദ്ധിക്കാൻ പറ്റില്ല. അമ്മ ഉണ്ട്. അപ്പോൾ അച്ഛൻ ഒരു ദിവസം ലീവിൽ വന്നപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ഞാൻ ഇത് കണ്ടത്. അപ്പോൾ ഇങ്ങനോട് ചോദിച്ചു, ഇങ്ങനെ എന്തെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ട് ചോദിച്ചു. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ
പയ്യന്നൂർ സുശീൽ കുമാർ മൃദംഗിസ്റ്റ്, പുള്ളിയുടെ അടുത്ത് എന്നെ ക്ലാസ്സിന് വിട്ടു. അവരൊരു എത്ര വയസ്സിൽ? അത് ഏകദേശം എനിക്ക് തോന്നുന്നൊരു ചെറുപ്പത്തിൽ ഒരു 16-17 വയസ്സ് ആ കാലഘട്ടത്തിൽ SLC കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത്. അങ്ങനെ സുശീലേട്ടൻ്റെ അടുത്ത് പഠിച്ചു, ഒരു 4-5 മാസം പഠിച്ചു, അത്രയേ ഉള്ളൂ. 4-5 മാസം പഠിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒരു തബല വാങ്ങി. അങ്ങനെ നമുക്കന്ന് കുറച്ച് കശുവണ്ടിയിലുണ്ടായിരുന്നു പഴയങ്ങാടി. അപ്പം ഞാനിങ്ങനെ പോയി കുന്നിൻ്റെ മുകളിൽ പോയി പറക്കി അത് കുറച്ച് മാറ്റി വെക്കും. എന്നിട്ട് ഇപ്പുറത്തെ കൂടെ കറങ്ങിപ്പോയിട്ട് അത് എടുത്ത് കൊണ്ടുപോയിട്ട് കടയിൽ വീട്ടിൽ അറിയാതെ കൊണ്ടുപോയിട്ടാണ് ഈ സ്വരൂപിച്ചിട്ടാണ് തബല വാങ്ങാൻ വേണ്ടി. അപ്പോൾ തബല വാങ്ങി പിന്നെ ഞാൻ തന്നെ സ്വയം പ്രാക്ടീസ് ചെയ്യും എൻ്റെ മുകളിൽ. പിന്നെ പലരോട് ചോദിക്കും, എൻ്റെ കുറെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവരോട് ചോദിച്ചു താളങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ തബല സ്വന്തം പഠിച്ചു. പിന്നെ ഇടക്കാലത്ത് ഞാൻ നൃത്തം പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-2.5 വർഷത്തോളം ഭരതനാട്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. ശാസ്ത്രീയമായിട്ട് നൃത്തം പഠിച്ചിട്ടുണ്ടായിരുന്നു. അരങ്ങേറ്റം കഴിഞ്ഞില്ല, അരങ്ങേറ്റം നടത്താൻ പറ്റിയില്ല. എൻ്റെ ഒരു ശ്യാമള ടീച്ചറായിരുന്നു, അവര് മറ്റേ അടയാറ് പഠിച്ചത്. എൻ്റെ മരുമക്കൾ പഠിക്കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് പ്ലാത്രയിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ അവരെ കൂടെ ഞാൻ അവരൊക്കെ ഡാൻസിന് ചേർക്കാൻ പോയപ്പോ അങ്ങനെ അവിടെ കാണാം. അങ്ങനെ പോയി അങ്ങനെ അവർ ചെയ്യുന്ന കണ്ടപ്പോ എനിക്കൊരു ചെറിയൊരു താല്പര്യം തോന്നി. പിന്നെ താല്പര്യം തോന്നാൻ ഈ പാട്ടിലും ഈ ഡാൻസിലൊക്കെ താല്പര്യം തോന്നാൻ അതിനൊരു കാരണമുണ്ട്. അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മ അവര് ചെറുവത്തൂരാണ്. അച്ഛൻ്റെ അമ്മ വളരെ മനോഹരമായിട്ട് പാടും. ബേസിക്കലി അവർ പഠിച്ചിട്ടുണ്ട് പാട്ട് ശാസ്ത്രീയമായിട്ട്. വളരെ അന്നത്തെ കാലത്ത് അവരെ വീട്ടിൽ വന്നിട്ട് അത് വലിയൊരു തറവാട്, 4 കെട്ടുപുക്കളുടെ തറവാട്. അപ്പൊ ഈ അച്ഛമ്മേനെ പഠിപ്പിക്കാനായിട്ട് അവിടെ ഗുരുനാഥന്മാരൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടത് ഞാൻ. അപ്പൊ അച്ഛമ്മ അസാധ്യമായിട്ട് പാടും. കച്ചേരി, വാതാപി, ഗണപതി ഒക്കെ പാടുന്നിട്ട് കിടുങ്ങിപ്പോവും. അത്രയും നല്ല പാടും. അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ മിലിറ്ററിയിൽ പോകുന്നതിന് മുമ്പേ തന്നെ ഒരു 3 വർഷത്തോളം കഥകളി അഭ്യസിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനെല്ലാം ലീവിൽ വരുമ്പോൾ നമ്മുടെ അന്ന് പഴയങ്ങാടി ലീവിൽ വരുന്ന സമയത്ത് ഈ റേഡിയോ, അന്ന് TV കാര്യങ്ങളൊന്നും ആ സമയത്തില്ല. അപ്പൊ ഈ റേഡിയോയില് കഥകളി പദങ്ങൾ വരുമല്ലോ, വൈകിട്ട് ഇങ്ങനെ കഥകളി രാത്രിയൊക്കെ വരും. അപ്പൊ അച്ഛൻ ഇതിങ്ങനെ ഇട്ടിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ആ ഓർമ്മ പുതുക്കുന്നവരുണ്ടായിരുന്നു. പശ്ചാത്തലം ബ്ലഡിലുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ആയിരുന്നു. തീർച്ചയായിട്ടും ആയിരുന്നു. പാരമ്പര്യത്തിലൂടെയാണ് ഈ കാര്യം നേരത്തെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നത്. അതെ അതെ. അങ്ങനെ നമ്മൾ വളർന്ന് ഇപ്പൊ പിന്നെ എപ്പോഴാണ് ഈ സിനിമയിലേക്കും അഭിനയത്തിലേക്കൊക്കെ തിരിയുന്നത്? അഭിനയത്തിൽ വളരെ ചെറുപ്പം തൊട്ടേ ഉണ്ട്. കാരണം ഞാൻ സ്കൂൾ നാടകങ്ങളിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്ത് തന്നെ അഭിനയിക്കുമായിരുന്നു. സ്കൂളിൽ തന്നെ ഈ ലളിതഗാന മത്സരങ്ങൾ, അതുപോലെ ഈ മോണോ ആക്ട്, മിമിക്രി, ഇതിലൊക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു ആ സമയം ചെറുപ്പകാലത്തിൽ. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കലയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ഇപ്പം ഗൾഫിൽ കുറേ കാലം ഉണ്ടായിരുന്നു ഞാൻ. എങ്കിലും കൂടെ കലയിലാണ് കൂടുതൽ എൻ്റെ ഫോക്കസ് ഉണ്ടായിരുന്നത്. അതിലായിരുന്നു കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. ശരി. അപ്പൊ ഇതിനിടയിൽ ജോലി ചെയ്തിരുന്നത്? ജോലി ചെയ്യുന്ന ഞാൻ ഏകദേശം എൻ്റെ ഒരു 20ാമത്തെ വയസ്സ് മുതൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു ജോലിക്കായിട്ട്. ബോംബെയിൽ പോയി, ഗോവയിൽ പോയി, അങ്ങനെ പല രാജ്യങ്ങളിലും. ഇപ്പം ഗൾഫിൽ ഒരുപാട് രാജ്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ വരുമാനത്തിലുള്ള കാര്യം കല നഷ്ടപ്പെടാതെ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പൊ പിന്നീട് സിനിമയിലേക്കും സീരിയലിലേക്കും എത്തിച്ചിരുന്നു? അതെ, സീരിയലിൽ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഫേസ്ബുക്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ എൻ്റെ ഫോട്ടോ എടുത്ത് ഇട്ടപ്പോൾ അന്ന് എനിക്ക് കുറച്ച് താടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളി, അതായത് ഈ ഫേസ്ബുക്കിൽ ഇട്ട പുള്ളിയുടെ സുനേഷ് എന്ന പേര്, വെങ്ങരയിലെ പുള്ളിയുടെ ഒരു ബ്രദറാണ് വേണു ചേലേക്കാട് എന്ന് പറഞ്ഞിട്ട്. പുള്ളി ഡയറക്ടറാണ്, സീരിയലും സിനിമയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ പുള്ളി ചോദിച്ചു, ഈ സുനേഷിനോട് ചോദിച്ചു, ഇതാരാ കക്ഷി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇന്ന പോലെ അതെൻ്റെ ഗൾഫ് ജീവിതത്തിന് അടക്കം സംഭവിച്ചാണ്. അതിന് മുമ്പേ ഞാൻ പറയാം. അപ്പോൾ ചോദിച്ചപ്പോൾ ഇന്ന ആളാണ് പുള്ളി നാട്ടിൽ ലീവിൽ വരുമ്പോൾ എന്നെ ഒന്ന് കാണാൻ പറയും, ഒരു വർക്ക് നടക്കുന്നുണ്ട് പറഞ്ഞു. അങ്ങനെയാണ് ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ ഞാൻ നാട്ടിൽ ലീവിൽ വന്നപ്പോൾ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു പോയി. അങ്ങനെയാണ് ഫ്ലവേഴ്സ് ചാനലിൽ 3 മണി എന്നുള്ളൊരു സീരിയൽ. അത് വളരെ ശക്തമായ ഒരു കഥാപാത്രമായിരുന്നു. ഡാനിയൽ ഡിസൂസ, ഡാഡി എന്ന് പറഞ്ഞിട്ടൊരു ഒരു കുറച്ച് നെഗറ്റീവുള്ള സാധനമായിരുന്നു. അത് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. അതിനുശേഷം ഏഷ്യാനെറ്റിൽ ഭാര്യ, കറുത്തമുത്ത്, കസ്തൂരിമാൻ, പരസ്പരം, അങ്ങനെ കുറെ സീരിയലില്, ഒരുവിധം എല്ലാ ചാനലിലും. മഴവിൽ മനോരമയിൽ ഉണ്ടായിരുന്നു, ആത്മസഖി, പ്രണയിനി, സത്യൻ ശിവസുന്ദരൻ അമൃതയിലുണ്ടായിരുന്നു. സൂര്യയിൽ ലാസ്റ്റിൽ ഇപ്പോൾ ചെയ്തത് ഒരു ഗസ്റ്റ് റോൾ ചെയ്തിരുന്നു ലാസ്റ്റിൽ, ഹൃദയം എന്ന് പറഞ്ഞ സീരിയൽ. പിന്നെ എൻ്റെ ചെറുപ്പം തന്നെ ദൂരദർശൻ കാലം തൊട്ട് ഞാൻ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അത് VP രാമചന്ദ്രൻ, ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം മരിച്ചത്, 2-3 ദിവസം മുമ്പായിരുന്നു അയാളുടെ 1ാം ചരമവാർഷികം. ശാന്ത ധനഞ്ജയൻ എന്നൊക്കെ കേട്ടില്ലേ, മറ്റേ അവര് വേൾഡ് ഫേമസ് ആണ് നർത്തകന്മാർ. അവരുടെ ബ്രദറാണ് VP രാമേന്ദ്രൻ. ഇപ്പൊ രാമേന്ദ്രേട്ടൻ, അന്ന് ഞാനും മദ്രാസിലായിരുന്നു, സിനിമയായിട്ട് ബന്ധപ്പെട്ടൊക്കെ പഠിക്കാനായിട്ട് മദ്രാസിലേക്ക് ഓടി നടക്കുന്ന കാലമായിരുന്നു.
അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പുള്ളി പരിചയപ്പെട്ടു, അവന് പയ്യന്നൂർക്കാരനാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സ്നേഹം തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, നമ്മുടെ നാട്ടുകാരന്റെ സ്നേഹം. പയ്യന്നൂർക്കാരൻ തന്നെ പുള്ളി, അമ്പലത്തിന്റെ അടുത്താണ്, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ അടുത്ത്. അപ്പോൾ ചോദിച്ചപ്പോൾ എവിടെ നാട്? ഞാൻ പയ്യന്നൂർ. അപ്പൊ എൻ്റെ ഒരു വർക്ക് നടക്കുന്നുണ്ട്, അപ്പൊ അതിലൊരു വേഷം ഉണ്ട്, പയ്യന്നൂരോട്ട് വരാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മദ്രാസിൽ നിന്നാണ് ആദ്യമായിട്ട്, എല്ലാവരും ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അഭിനയിക്കുന്നത്. ഞാൻ മദ്രാസിൽ നിന്ന് സ്വന്തം നാട്ടിൽ വന്നിട്ടാണ്. അത് നൊമ്പരം എന്നുള്ള സീരിയലായിരുന്നു ആദ്യമായിട്ട് സീരിയൽ എന്നതിൽ. അന്ന് 6 എപ്പിസോഡായിരുന്നു, 6 എപ്പിസോഡ് കാലഘട്ടത്തിലായിരുന്നു. ദൂരദർശന് വേണ്ടിയിട്ട് നൊമ്പരം. അത് കഴിഞ്ഞ് നൊമ്പരം കഴിഞ്ഞ് പയ്യന്നൂരിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. ഒരുപാട് വലിയ പ്രഗത്ഭരായ ബാബു നമ്പൂതിരി, സബിതാനന്ദ്, അങ്ങനെ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് മദ്രാസിൽ പോയപ്പോൾ അവിടുന്ന് മൗനം എന്നുള്ളൊരു സീരിയല്, മദ്രാസ് ബേസ് സീരിയലായിരുന്നു. അതിലിടക്ക് പിന്നെ തമിഴ് സീരിയലിലൊക്കെ തമിഴ് സീരിയൽ അന്നേരം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ റീസെന്റ് ചെയ്തതാണ്. ദൈവം തന്ന പൂവേ, അങ്ങനെ കുറച്ച് സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ പറഞ്ഞ അപ്പൊ അഭിനയം എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പം തൊട്ടേ പിന്നെ എൻ്റെ ഒരു വലിയൊരു അംബീഷനായിരുന്നു, ലക്ഷ്യമായിരുന്നു. ഒരു സിനിമാ താരമാകുക എന്ന ലക്ഷ്യം ഉണ്ടായിരുന്നു. അതിപ്പം കുറെ പടങ്ങൾ ചെയ്യാൻ പറ്റി. ശരി. അങ്ങനെ അതുപോലെ തബലയൊക്കെ സ്വന്തമായി പഠിച്ചു എന്ന് പറഞ്ഞു. അതെ, സ്വന്തമായി പഠിക്കുക മാത്രമല്ല, പ്രഗത്ഭരായ ആൾക്കാരുടെ പിന്നണിയിൽ വായിക്കാൻ ഒരു അവസരം കൂടി കേട്ടു. അതെ അതെ. അതായത് പിന്നെ കുവൈറ്റില് ഈ ഒരുപാട് ഗായകന്മാർ വരാറുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ വന്നപ്പം ഒരു പ്രാവശ്യം പുള്ളി ശരിക്കും പറഞ്ഞാൽ പിന്നെ എല്ലാം ട്രാക്ക് ഇട്ട് പോകാന്നുള്ള പ്ലാനിലാണ് വന്നത്. അപ്പം ഞാനും എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്, അൻവർ എന്ന് പറഞ്ഞിട്ട്, കണ്ണൂരുകാരൻ തന്നെ, പുള്ളിയും തബലിസ്റ്റാണ്. അപ്പം അങ്ങനെ പുള്ളി ആദ്യം പിന്നെ ഒരു ഫസ്റ്റ് പാട്ട് പാടിയപ്പോൾ തന്നെ നമ്മൾ രണ്ടുപേരും കൂടി തബല വായിച്ചു. റിഹേഴ്സലിന് വെറുതെ വായിച്ചു കൊടുത്തു. പിന്നെ പുള്ളി പറഞ്ഞു, ട്രാക്കിൽ പോകണ്ട, നമുക്ക് ഇവരെ വെച്ചുകൊണ്ട് നമുക്ക് പരിപാടി തുടങ്ങും. ഗൾഫിൽ കുവൈറ്റിൽ വെച്ചായിരുന്നു. പിന്നെ ഉണ്ണിയായിട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ ചെന്ന് കണ്ടിരുന്നു. ഇതിനിടെ ഉണ്ടായിരുന്നു വെങ്ങര മുച്ചിലോട്ടൊരു പരിപാടി വന്നപ്പോൾ ഞാൻ പോയി കണ്ടിരുന്നു. അത് സ്നേഹബന്ധമുണ്ട്. അങ്ങനെ പിന്നെ പിന്നണിയിൽ മറ്റോ പാടുക മറ്റോ അങ്ങനെ പിന്നണിയിൽ പാടിയിട്ടില്ല, ഇതുവരെ പാടിയില്ല. പക്ഷെ കാസറ്റുകളൊക്കെ ഉണ്ട്. പരുമല തിരുമേനി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കേട്ടിട്ടുണ്ടാവല്ലോ. അത് ഇവിടെയാന്ന് എനിക്ക് തോന്നുന്നത്, തിരുവല്ലയിൽ. അപ്പൊ അവരുടെ അത് കുവൈറ്റിൽ വെച്ച് നടന്നത്. അപ്പൊ എൻ്റെ ഒരു പരിചയത്തിൽ അച്ചായൻ ഉണ്ടായിരുന്നു. പുള്ളി ചെറിയൊരു എനിക്കൊരു നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു റെഫർ ചെയ്യാൻ വേണ്ടി ഒരു ബുക്ക് തന്നിരുന്നു, ചെറിയൊരു. അപ്പൊ അതിൽ ഞാനത് കുറച്ച് സാധനങ്ങൾ ഞാൻ തന്നെ സ്വന്തം എഴുതി ഉണ്ടാക്കി ഞാൻ തന്നെ ട്യൂൺ ചെയ്ത്. പിന്നെ അതിൽ 1-2 ക്ലാസിക്കൽ ഉണ്ടായിരുന്നു. അത് നമ്മുടെ വിഷ്ണുഭട്ട് എന്ന് പറഞ്ഞിട്ടൊരു മാഷ ഉണ്ടായിരുന്നു, സംഗീത മാഷ. അയാൾ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഒരു കാസറ്റ് ഇറക്കിയായിരുന്നു, നീതിമാന്റെ ഓർമ്മ എന്ന് പറഞ്ഞിട്ടൊരു കാസറ്റ്. അത് ഡിവോഷണൽ സോങ്, ക്രിസ്ത്യൻ ഡിവോഷണൽ. അപ്പൊ ആ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് മാത്രമല്ല, നമ്മ ഹിന്ദു പിന്നെ പുരാണ ദൈവങ്ങളെ കുറിച്ചുള്ള ഭക്തിഗാനങ്ങളെ എഴുതിയിട്ടില്ല, ഇതുവരെ എഴുതിയിട്ടില്ല. ഈ റീസെന്റ് ഒരു ഓണപ്പാട്ട് ചെയ്തു, ഇപ്പൊ 2-3 ദിവസം മുമ്പേ റിലീസായത് ഓണപ്പാട്ട്. പിന്നെ അത്തമ്പത്തിന് തിരുവോണം എന്ന് പറഞ്ഞിട്ട്. അത് രജനി സംഗീതം ഞാൻ തന്നെ ചെയ്തു. പാടിയത് എൻ്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ കുവൈറ്റിലുള്ള, എൻ്റെ കൂടെ വളരെ ചെറുപ്പം തൊട്ടേ എനിക്കൊരു 3-ാം ക്ലാസ് തൊട്ട് എൻ്റെ കൂടെ പാടുന്ന ഒരു കുട്ടിയാണ്, രോഹിത് ശ്യാം. സുഹൃത്ത്. അയാളുടെ മകനാണ് പാടിയത്. ഒരു 15 വയസ്സേ ഉള്ളൂ. പക്ഷെ സംഗീതത്തില് എന്താ പറയാ, അത്രയും അറിവ് നേടിയൊരു കുട്ടിയാണ്. റെക്കോർഡിംഗ് ഞാൻ പയ്യന്നൂരും ചെയ്തു. അതിന്റെ ട്രാക്ക് ഉണ്ടാക്കി പുള്ളിക്ക് ഞാൻ അയച്ചു കൊടുത്തു. പിന്നെ അവിടുന്ന് പാടി വീഡിയോ കൂടി ഉൾപ്പെടെ വീഡിയോ ഉണ്ട്. ഇപ്പൊ യൂട്യൂബിൽ ഓൾറെഡി പോകുന്നുണ്ട്. അപ്പൊ സിനിമ രംഗത്തും കൈവച്ചിട്ടുണ്ട് മനസ്സിലാക്കുന്നു. അതെ അതെ. ആ സിനിമയുടെ വിശേഷങ്ങളും കൂടി പറഞ്ഞാൽ. സിനിമയുടെ വിശേഷം എന്ന് പറഞ്ഞാൽ, ഞാൻ ശരിക്കും മദ്രാസിൽ പോയത് അഭിനയിക്കാനായിട്ടാണ് പോയെങ്കിലും കൂടെ എനിക്ക് തമ്പി കണ്ണന്താനം പുള്ളിയുടെ കൂടെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. സഹസംവിധായകനല്ലോ, അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. സഹസംവിധാനം ഒന്നുമില്ല, അസിസ്റ്റൻസ്. അന്ന് നമ്മുടെ ഈ കണ്ടിന്യൂറ്റി നോട്ട്, അന്ന് മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ കണ്ടിന്യൂറ്റി നോട്ട് ചെയ്യുക, ഡ്രസ് കണ്ടിന്യൂറ്റി നോട്ട് ചെയ്യുക, അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ പുള്ളിയുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തു. പിന്നെ അതിനുശേഷം കെ ഹരിദാസ്, നമ്മുടെ കണ്ണൂരകന്റെ അളിയൻ ഹരിദാസ് മരിച്ചുപോയി, എൻ്റെ അടുത്ത സുഹൃത്തും കൂടിയാണ്. അപ്പൊ പുള്ളിയുടെ കൂടിയും വധു ഡോക്ടറാണെന്നുള്ളൊരു സിനിമയിൽ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. നല്ലൊരു സിനിമ, പഴയ സിനിമ നദിയാമത് വീണ്ടും തിരിച്ചു വഞ്ചാറാന്നൊരു പടം. അങ്ങനെ അപ്പൊ അങ്ങനെ അതിലൂടെയൊക്കെയാണ് എനിക്ക് ഈ എഴുത്തിലോട്ടൊരു ചെറിയ താല്പര്യം കൂടി തോന്നി തുടങ്ങിയത്. അന്ന് തൊട്ടേ ഞാൻ കുറെ സ്ക്രിപ്റ്റുകൾ, മദ്രാസിൽ ഇരിക്കുമ്പോൾ തന്നെ കുറെ സ്ക്രിപ്റ്റുകൾ ഇന്നും കളഞ്ഞിട്ട് എൻ്റെ കയ്യിലുണ്ട്. പഴയ 10-35 വർഷം മുമ്പ് എഴുതിയ സ്ക്രിപ്റ്റുകളൊക്കെ. പക്ഷെ അതൊന്നും കാണിക്കാൻ പറ്റില്ല, അതൊന്നും ഈ കാലഘട്ടത്തിൽ പറ്റിയ സാധനങ്ങളല്ല. അപ്പൊ ഞാൻ ഒരു കഥ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ചാക്യാർ കൂത്തിന് ബേസ് ചെയ്തിട്ട് ഇലത്താളം എന്ന് പറഞ്ഞൊരു സബ്ജക്ട് എഴുതിയായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ തിലകൻ ചേട്ടൻ കുവൈറ്റിൽ വന്നിരുന്നു. വന്നപ്പോൾ ഞാൻ ഈ പുള്ളിയോട് 1 ലൈൻ പറഞ്ഞപ്പോൾ പുള്ളി അങ്ങനെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് 1 രൂപ നാണയം തരുവാണെങ്കിൽ
തന്നാൽ മതി, ഞാനിത് അഭിനയിക്കാന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി വന്ന് നാട്ടിൽ വന്ന് കുറച്ചു കാലം കഴിയുമ്പോൾ പിന്നെ പുള്ളി അസുഖമായിട്ട് അങ്ങനെ ഇരിക്കണം. അത്രയും ഭയങ്കര ഒരു മാധവച്ചാക്കിയാന്നുള്ളൊരു, അത് ചെയ്യുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആ ഒരു പടം തിലകൻ ചേട്ടൻ ചെയ്യുകയാണെങ്കിൽ നാഷണൽ അവാർഡ് ഉറപ്പാണ്. അങ്ങനെ. അപ്പൊ ആ സ്ക്രിപ്റ്റ് ഇപ്പൊ കയ്യിലുണ്ട്? ഇപ്പോൾ കയ്യിൽ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കളഞ്ഞിട്ടില്ല. ആ സ്ക്രിപ്റ്റ് ഇനി പുതിയ ആ ഒരു ടാലന്റിലുള്ള ആർട്ടിസ്റ്റ് ഒന്നും എനിക്ക് എൻ്റെ മനസ്സിലില്ല. പക്ഷെ ചെയ്യാൻ പറ്റും, അത്ര ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. നോക്കാം ഞാൻ ഇപ്പോഴത്തെ നിലവിലുള്ള ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ട്. നിലവിലെ ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ക്രിപ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കൊറോണ കാലത്ത് വെറുതെ ഇരിക്കുമായിരുന്നു, അപ്പൊ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് ഒരു ആറോളം സ്ക്രിപ്റ്റുകൾ എൻ്റെ കയ്യിലുണ്ട്, സിനിമക്ക് വേണ്ടിയിട്ട് തന്നെ. തീർച്ചയായും നമുക്ക് ആ മേഖലയിൽ ഒരു പ്രശസ്തി ചെയ്യണമെന്നുണ്ട്. ഒരുപാട് ഐഡിയാസ് ഉണ്ട്, പക്ഷെ നമുക്ക് കണക്കായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ പയ്യന്നൂരിൽ തന്നെ ഒരുപാട് സിനിമകളൊക്കെ അറിയാലോ ഷൂട്ട് ചെയ്ത് പോകുന്നു. പക്ഷെ നമ്മളെ ഈ പയ്യന്നൂരിൽ നിന്നും അറിയാം, പലർക്കും തന്നെ അറിയാം, എനിക്ക് അവരെ അറിയാം. പക്ഷെ ഇതുവരെ നമ്മളെ പയ്യന്നൂരിൽ നിന്നൊരു പരിഗണനയൊന്നും സിനിമയിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്, ആയിരിക്കാം. അപ്പൊ ഒന്ന് അങ്ങോട്ടൊന്ന് ചെറിയ എല്ലാവരും എനിക്കറിയുന്ന ആൾക്കാർ ഞാൻ നല്ലൊരു ശ്രമം നടത്തി കഴിഞ്ഞാൽ മാത്രമേ ചിലപ്പോ ഇവരൊക്കെ തിരക്കുള്ള ആൾക്കാരായിരിക്കും. നമുക്കൊരു സമയം കൂടി ഉണ്ടായിരിക്കും. അതെ അതെ, സമയം ഉണ്ടാവും. ശരി, നിലവില് ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഏതൊക്കെ പ്രൊജക്ടുകളാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റീസെന്റ് ഞാൻ മഴവിൽ മനോരമയുടെ ഒരു പുതിയ പ്രൊജക്റ്റാണ്. അതിന്റെ 2 എപ്പിസോഡ് ഇപ്പം ചെയ്തു. വാഗമണിലായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നു 2 ആഴ്ച മുന്നേ. അപ്പോൾ അത് അപ്രൂവലിന് പോയിട്ടുണ്ട്. അപ്രൂവൽ ആയ ഉടനെ തന്നെ അതിന്റെ ഷൂട്ട് തുടങ്ങും. പിന്നെ അതുപോലെ ഇപ്പം ഫ്ലവേഴ്സ് ചാനലിലും ഞാനൊരു കഴിഞ്ഞ ആഴ്ച അവിടെ പോയിട്ടുണ്ടായിരുന്നു, അവർ വിളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതും മിക്കവാറും ഒരു വർക്ക് ആയിട്ട് വരും. ശരി, മറ്റ് കുടുംബ വിശേഷങ്ങളൊന്നും നമ്മൾ ചോദിച്ചില്ല. കുടുംബം ഭാര്യയും 2 മക്കളുമാണ്. ഭാര്യയുടെ അമ്മയും കൂടി ഉണ്ട് ഇവിടെ. പിന്നെ മോള് പിന്നെ MBA കഴിഞ്ഞ് ഇപ്പം ഓൾറെഡി ജോലി കയറിയിട്ടുണ്ട് ബാംഗ്ലൂർ. മോൻ ഇവിടെ അടുത്തന്നെ മാത്തിൽ 12th പഠിക്കുന്നു. അവർക്കും കുറച്ച് വാസനകളൊക്കെ ഉണ്ട്. അവരെല്ലാവരും നന്നായിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ ചിത്രമൊക്കെ വരക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ ചില പരിപാടികളാണ് വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ മക്കൾക്കും എൻ്റെതായ കുറച്ച് അതിൻ്റെ ചെറിയ കഴിവുകൾ കിട്ടിയിട്ടുണ്ട് അവർക്ക് വരക്കാനും. അതുപോലെ തന്നെ ഡബിങ്ങിനൊക്കെ ഞാൻ അവരെ വിളിക്കാറുണ്ട്. ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുമ്പോൾ ഡബിങ്ങിനൊക്കെ വരും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഈ എഴുത്തുകാർക്ക്, ഇങ്ങനെയുള്ള കലാകാരന്മാർക്ക്, ഇങ്ങനെ ചെറിയ ചെറിയ കലാകാരന്മാർക്ക് വളർന്നു വരാനുള്ള ഏതൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടാവും നമ്മുടെ ചുറ്റും. അതായത് സാഹചര്യങ്ങൾ ലഭിക്കാത്തതുകൊണ്ടും മറ്റും അവരെ എങ്ങനെ പുറത്തേക്ക് വരണമെന്നാണ് അങ്ങയുടെ ഒരു അഭിപ്രായം? അവരവരുടെ കഴിവുകൾ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കാതെ പൊതുസമൂഹത്തിൽ അവരൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് ഇടിച്ചു കയറി വരണം. അതാ ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ ഇതുവരെ പിന്നെ പല സ്ഥലത്തും ഇടിച്ചു കയറിയിട്ടുണ്ട്. പക്ഷേ ഇടിച്ചു കയറിയെടുത്തൊന്നും ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്വന്തം റൂട്ട് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ, അതെൻ്റെ മനസ്സിൽ തോന്നിയ റൂട്ടാണ്. ആ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എത്താൻ പറ്റുന്നില്ല, ഉള്ളിലൊരു തോന്നലുണ്ടായി. അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാം ഞാൻ ഈ ഇപ്പൊ എന്തെങ്കിലും ഞാനിപ്പോ സിനിമയിലായാലും സീരിയലിലായാലും അങ്ങനെയൊക്കെ നേടിയെടുത്തത് എൻ്റെ ഒരു എന്താ പറയാ അധ്വാനത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ ഇപ്പോഴത്തെ വഴി തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നേറും. അതെ അതെ. ഇപ്പോഴത്തെ ഇതിന്റെ മേഖലയിൽ വരാൻ ശ്രമിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എത്ര കഴിവുണ്ടെങ്കിലും നമ്മൾ രക്ഷപ്പെടണമെന്നില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ചിട്ട് ഇതിനായിട്ട് എന്താ പറയാ ത്യാഗം ചെയ്ത് ഇറങ്ങുക. കഠിനാധ്വാനം തന്നെ ഇതിന്റെ പുറകിൽ ഒരുപാട്. ഇപ്പം വിളിക്കുമ്പോൾ ഇപ്പൊ ഞാൻ പറയും, ഇപ്പം മഴവിൽ മനോരമ വിളിച്ചത് രാത്രി 8 മണിക്ക് എന്നെ വിളിക്കുന്നു. ചേട്ടാ രാവിലെ കൺട്രോളറെ വിളിക്കുന്നു, ചേട്ടാ രാവിലെ 8 മണിക്ക് വാഗമണിലെത്തണമെന്ന്. ഈ പയ്യന്നൂരിലുള്ള ഞാൻ 8 മണിക്ക് എങ്ങനെ ഇവിടെ എത്താൻ പറ്റൂല. അപ്പോ പിന്നെ ഇവിടെ പയ്യന്നൂർ പോയി ഓട്ടോറിക്ഷ പിടിച്ച് പയ്യന്നൂർ പോയി ഇല്ലതൊക്കെ വാരി എടുത്ത് ഡ്രസ്സൊക്കെ എടുത്ത് പോയി അവിടെ നിന്ന് നേരെ ബസ് പിടിച്ച് പിന്നെ ഇവിടെ അങ്കമാലി ഇറങ്ങി, അവിടുന്ന് പിന്നെ കോതമംഗലം, മൂവാറ്റുപുഴ അങ്ങനെ ഇറങ്ങി അങ്ങനെയാണ് രാവിലെ ഒരു 10 മണിയാകുമ്പോൾ അവിടെ എത്തുന്നത്. ശ്രമം നടത്തി പറ്റും പോണം. നമ്മൾ എത്ര റിസ്ക് എടുത്തിട്ടും പോകണം. എന്നാലും മാത്രമേ നമ്മളെ ചാൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ പോയില്ല ഒരാളുടെ അഭിനയിക്കും അവിടെ. അപ്പൊ എത്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതലുള്ളൊരു. പറ്റാവുന്ന സാധ്യതകളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അല്ലാതെ അതില്ല ഇതില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, മടിച്ചു നിൽക്കല്ല. ഇല്ലാത്ത നോക്കി. പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ ഈ സിനിമ സീരിയൽ ഫീൽഡിലെ വേണ്ടെന്ന് പറഞ്ഞാൽ ക്ഷമയില്ലാണ്ട് ഇതിനകത്ത് പിടിച്ചു നിൽക്കാനേ പറ്റൂല. ചിലപ്പോൾ അറിയാം, ഞാനൊക്കെ സീരിയൽ ചെയ്യുന്ന സമയത്ത് രാവിലെ ഒരു 7 മണിക്കൊക്കെ മേക്കപ്പ് ഇട്ട് അവിടെ ഇരുത്തും. എന്നിട്ട് രാത്രി 9 മണിക്കൊക്കെ ആയിരിക്കും ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത്. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് പറഞ്ഞാൽ മേക്കപ്പ് ഇട്ടാൽ നമുക്ക് മീറ്റർ ചാലുവാവും, പൈസ അന്നത്തെ പേയ്മെന്റ് ഉണ്ടാവും. പക്ഷെ ഇന്ന് അതില്ല. ഇന്ന് ക്യാമറക്ക് മുന്നിൽ വന്നാൽ മാത്രമേ അങ്ങനെ ഇതാക്കിയിട്ടുണ്ട് ഇപ്പൊ. ശരി, ഈ ഫീൽഡിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കുറെ പുതിയ എഴുത്തുകാരും കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മുടെ സീരിയൽ എഴുതുന്നവർ കൂടുതലും നമ്മുടെ നാട്ടുകാരനെ കൂടുതൽ വടക്കോട്ടിലാണ്.
ഗിരീഷ് ഉണ്ടല്ലോ, ഗിരീഷ് ഗ്രാമിക ഗ്രാമീണ ഒരുപാട് ചെയ്യുന്നുണ്ട്. പിന്നെ ചന്ദ്രൻ രാമന്തളി, ഒരുപാട് ആൾക്കാർ എഴുതുന്നുണ്ട്. നമ്മുടെ ഡയറക്ടേഴ്സിലും കുറെ ആൾക്കാരുണ്ട്. ശ്രീജിത്ത് പലേരി ഉണ്ട്, മോഹൻ കുപ്ലേരി, ഇവരൊക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാരാണ്, പയ്യന്നൂർക്കാരാണ്. അപ്പോൾ പിന്നെ ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. മിമിക്രി ചെറുപ്പകാലത്ത്, കുട്ടിക്കാലത്ത് മിമിക്രി ഒക്കെ ചെയ്തിരുന്നു. പ്രശസ്തരായ ആൾക്കാരുടെ മുന്നിൽ പോലും മിമിക്രി അവതരിപ്പിക്കാൻ അവസരം കിട്ടിയെന്നൊക്കെ മനസ്സിലാക്കി. അതേക്കുറിച്ചൊന്ന് പറഞ്ഞാൽ. അത് ഞാൻ സുകുമാർ അഴീക്കോട് സാറിൻ്റെ മുന്നിൽ ഒരു തവണ കുവൈറ്റിൽ വന്നപ്പോൾ തന്നെയാണ്. അപ്പോൾ മാഷ് കണ്ണൂർക്കാരനെന്ന് പറയുമ്പോൾ തന്നെ പുള്ളിക്ക് ഒരു പ്രത്യേക ഒരു ഇതുണ്ടായിരുന്നു. മാത്രമല്ല മാഷ ഒരു പ്രഥമ ശിഷ്യനും കൂടിയായിരുന്നു എൻ്റെ അമ്മാവൻ MB ഭാസ്കരൻ മാഷ്. മരിച്ചുപോയി. അപ്പം എന്നോട് പറഞ്ഞു, കണ്ണൂർ ഞാൻ ഇങ്ങനെ പഴയങ്ങാടി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു പ്രഥമ ശിഷ്യനുണ്ട്, അയാൾ ദേവഗിരി കോളേജിൽ പഠിപ്പിച്ച സുകുമാർ അഴീക്കോട് സാർ. അപ്പം ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് മരിമോനാന്ന് പറഞ്ഞപ്പോൾ കൂടുതലും കൂടെ കുറച്ചും കൂടെ ഇതായി. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എന്നോട്, അപ്പം ഞാൻ മിമിക്രി ചെയ്തപ്പം പുള്ളി മുമ്പിൽ ഇരിക്കുന്നുണ്ടോ, വേദിയിൽ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പം എനിക്ക് അന്നേരം തോന്നി കേട്ടോ, അല്ലാണ്ട് ഞാൻ പുള്ളീനെ പ്രാക്ടീസ് ചെയ്തൊന്നുമില്ല. അപ്പം ഒന്ന് അനുകരിക്കാൻ ഒന്ന് വിചാരിച്ചു, അങ്ങനെ ചെയ്തു. അന്നേരം ആ കാലഘട്ടത്തിലായിരുന്നു മറ്റേ ഈ പാട്ട്, കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, ഇഷ്ടത്തിൽ. അപ്പോൾ ഞാൻ ആ പാട്ട് രണ്ടുപേരും പാടിയിട്ട് ഞാൻ പറഞ്ഞു, സദസ്സ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഈ പാട്ട് സുകുമാർ അഴീക്കോട് ശ്രദ്ധിക്കപ്പെടുവാണെങ്കിൽ അദ്ദേഹം ഇതിനെങ്ങനെ പ്രതികരിക്കുമെന്നത് ഞാൻ എൻ്റെ വോയിസിലൂടെ സാറിൻ്റെ വോയിസ് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ചെയ്തിരുന്നു. ഈ കണ്ടു കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് കണ്ടില്ലെന്ന് പറയുന്നത്, അതുപോലെ തന്നെയാണ് കേട്ടു കേട്ടു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടില്ലെന്ന് പറയുന്നത്. മലയാള സാഹിത്യത്തിൻ്റെ അന്തരാത്മാവിൻ്റെ ഉൾപ്പുടങ്ങളിൽ നിന്നും ബഹിർഗമിക്കുന്ന ഒരു അന്താരാഷ്ട്ര പ്രശ്നമായിട്ട് എനിക്കിത് കാണാൻ പറ്റുകയുള്ളൂ പറയുമ്പോൾ വളരെ വളരെ നന്നായത്. ഇപ്പോഴും ആ സുകുമാർ അഴീക്കോടിൻ്റെ ആ ശബ്ദം അതിന് വലിയ പ്രാധാന്യമുണ്ട്. അദ്ദേഹം ഏത് കാലത്തും നമ്മുടെ കേരള സമൂഹത്തിൽ മറക്കാൻ പറ്റാത്തൊരു വ്യക്തി തന്നെയാണ് തീർച്ചയായിട്ടും. ഇപ്പൊ സാറ് അനുകരിച്ചത് വളരെ ഗംഭീരായി. താങ്ക് യു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരാളെയും കൂടി, ഏതെങ്കിലും സാറിന് ഇഷ്ടപ്പെട്ട ഒരാളെയും കൂടി അനുകരിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് വലിയൊരു സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഗായകരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇല്ല, MG രാധാകൃഷ്ണൻ മ്യൂസിക് ഡയറക്ടർ മരിച്ചുപോയി. അതുപോലെ എനിക്കൊരു എൻ്റെ ഒരു ബന്ധുവും കൂടിയാണ്. കാരണം എൻ്റെ അമ്മയുടെ ഫസ്റ്റ് കസിൻ്റെ ഹസ്ബൻഡാണ്. അമ്മയുടെ വല്യമ്മയുടെ മകളുടെ ഭർത്താവാണ്. ചെറിയ മാവർ മരിച്ചുപോയി. ടിങ്സ് ആണ്, ഗിരിജ പത്മജ, രണ്ടുപേരും മരിച്ചുപോയി. കണ്ട് അറിയാം, നല്ല പരിചയമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വന്ദേ മുകുന്ദ ഹരേ എന്നുള്ളൊരു പുള്ളി ദേവാസുരത്തില്, അപ്പൊ അത് ഞാൻ രണ്ടുപേരും പാടാം അദ്ദേഹത്തിന്റെ വോയിസിൽ. അത് അദ്ദേഹം തന്നെയാണ് ആ സിനിമ പാടുന്നത്. പുള്ളി തന്നെ പാടുന്നു. നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണ മറ്റേ ഇത് ഇടക്കം മുട്ടിയിട്ട് പാടുന്ന സാധനം. അതായത് പിന്നെ മോഹൻലാലിന് പിന്നെ ആക്രമിക്കപ്പെട്ട് കാണാൻ കഴിയാതെ തിരിച്ചു പോകുന്ന സമയത്ത്. അപ്പൊ അത് MG രാധാകൃഷ്ണന്റെ വോയിസിൽ ഞാൻ ഒന്ന് പാടാം. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്ദാവഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയെവിടെ. ഓക്കെ. അതിലെ ആ പാട്ടില് നമ്മൾ ആ സിനിമയുടെ ഒരുപാട് അതിന്റെ ഒരു നമുക്കുണ്ടാകുന്ന ഒരു വേദന, ആ സമയത്ത് വേദന ആ ഒരു ശബ്ദത്തിലൂടെ ഉണ്ട് മനസ്സിലാകുന്നത്. ഇത് കാണാൻ കഴിയാതെ ഒടുവിൽ കൃഷ്ണൻ തിരിച്ചു പോകുന്ന. പിന്നെ താരങ്ങളൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്, നസീറിനെയും മധുവിനെയും. മധുസാറ് ഞാൻ ബോംബെയിൽ പോയിരുന്നു. ഞാൻ കഴിഞ്ഞ 2 കൊല്ലം മുമ്പേ. അപ്പം മധുസാറിന് നവതി ആയിരുന്നു ആ സമയത്ത്. ബോംബെ 2 കൊല്ലം മുന്നേ. അപ്പം മലയാള സമാജത്തിന്റെ ഒരു ഉദ്ഘാടനത്തിന് പോയതായിരുന്നു. അപ്പോൾ ഗോരായി മലയാളി സമാജം. ഞാൻ ഇപ്പം ഈ കൊല്ലം പോകുന്നുണ്ട്, അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മധുസാറിന് നവതിയായിരുന്നു അന്നേരം. അപ്പൊ മധുസാറ് വേദിയിൽ വന്നിട്ട് ജനങ്ങളോട് ഈ പ്രായത്തില് എങ്ങനെയായിരിക്കുന്നു, 90ാമത്തെ വയസ്സിൽ എങ്ങനെയുള്ള ഞാൻ അവരുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതായത് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഏതായാലും ഈ വയസ്സിലും ഇവിടെ വരെ വരാനും നിങ്ങളെയൊക്കെ കാണാനും സാധിച്ചത് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ പച്ചപിടിച്ച് നിൽക്കുന്ന ഒരു മഹാസംഭവമായിരിക്കും. ഇനി എല്ലാവരും ഒന്ന് ചിരിച്ചോ ഇല്ലെങ്കിൽ കരഞ്ഞോ എന്നൊരു സാധനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടിയുള്ളത്, കല മാത്രമല്ല കായിക രംഗത്തും അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ട്. നല്ലൊരു ഫുട്ബോൾ പ്ലെയർ കൂടിയാണ് ചന്ദ്രമോഹൻ ചേട്ടൻ. അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പറയാനുണ്ടെന്ന് കൂടി നമുക്ക് കേൾക്കാം. ഫുട്ബോളിനെ പറ്റി പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ ചെറുപ്പകാലത്ത് ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോനും അത് താല്പര്യമുണ്ട്. അവനിപ്പം അണ്ടർ 13 കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും നല്ല ഗോൾ കീപ്പറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവനിപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിൽ. അപ്പോൾ സ്കൂൾ ലെവലിൽ സെലക്ട് ചെയ്ത് സ്കൂൾ ലെവലല്ല, അവർ പുറത്തുള്ളത്. ഇവിടെ തൃക്കരിപ്പൂർ അക്കാദമിയിലാണ് ഫുട്ബോൾ കോച്ചിങ്ങിന് പോയത്. ഗോൾ കീപ്പറാണ്. അണ്ടർ 13 അവനായി 15 വയസ്സ് കഴിഞ്ഞു ഗോൾ കീപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ഫുട്ബോൾ എനിക്ക് പണ്ടേ താല്പര്യം തന്നെയാണ്. ഇന്നും ഞാൻ ഫുട്ബോൾ ഒന്നും വിട്ട് കാണാൻ ഏത് കളിയുണ്ടെങ്കിൽ അവിടെ പോയി നിൽക്കും, അല്ലെങ്കിൽ ടി വിയിലായാലും ഫുട്ബോൾ വേൾഡ് കപ്പൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം പിന്നെ മെസ്സി കേരളത്തിലോട്ട് വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ സബ്ജക്റ്റ് ഞാനിപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, അത് ഫുട്ബോൾ ബേസ്ഡ് സബ്ജക്റ്റാണ്. അപ്പോൾ ഞാൻ പലരെയും കണ്ടിരുന്നു അതൊന്ന് മീൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം പിന്നെ ഞാൻ പിന്നെ ഇടക്കാലത്ത് ഞാൻ ഒന്ന് നമ്മുടെ ഗോകുലേട്ടനൊന്ന് മുട്ടാനായിട്ട് നോക്കുന്നുണ്ട്. അവർ അയാളും ഇതിനകത്തൊരു പാർട്ട്ണറാണെന്ന് തോന്നി, ഈ കൊണ്ടുവരുന്നതിലെന്തോ ഒരു സപ്പോർട്ടൊക്കെ. അപ്പൊ ഒന്ന് ശ്രമിക്കുന്നുണ്ട്, വേറെ ത്രൂവിൽ മദ്രാസിൽ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു നല്ലൊരു സബ്ജക്റ്റാണ്. കാരണം വെച്ചാൽ ഫുട്ബോൾ ഇപ്പോഴത്തെ ഒരു ഈ കുട്ടികൾക്ക് വളരെ എന്താ പറയാ ത്രില്ലിംഗ് ആയിട്ടൊരു സബ്ജക്റ്റാണ്. അപ്പൊ അതിനുവേണ്ടി ട്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിനിമ ഒരു 2-2.5 മണിക്കൂർ കുട്ടികൾക്കും കൂടി ആസ്വദിക്കാം. അതെ. കുട്ടികൾക്ക് സിനിമ വളരെ കുറവാണ്. കുട്ടികൾക്ക് സിനിമ ഇത് ഒരു അത് നമ്മുടെ ഒരു ചക്കിത ഇന്ത്യയൊക്കെ ഉണ്ടായിരുന്നല്ലോ പണ്ട് ഹിന്ദിയിൽ. പക്ഷെ മലയാളത്തില് വളരെ കുറവാണ്. മാത്രമല്ല നമ്മളിപ്പോ കുട്ടി പോകുന്ന സമയത്ത് രക്ഷിതാക്കളെല്ലാം കൂടി പോകും. അതെ. അത് വലിയൊരു കാര്യമുണ്ട്. ഒരു കുടുംബത്തില് കുട്ടികളും അച്ഛനും അമ്മയെല്ലാം കൂടി ചേർന്ന് അതിനെ പറ്റുന്ന സിനിമകളില്ല. സത്യം പറഞ്ഞില്ല, വളരെ കുറവാണ്. അപ്പൊ ആ ഒരു മേഖലയിൽ നല്ലൊരു സിനിമ അങ്ങേക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കുന്നു. അതിൽ അതേ കുറിച്ചിട്ട് മെസ്സിയെ കുറിച്ചിട്ട് വരുന്ന സിനിമയെ ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് അല്ല, ഇത് അതിനെ പറഞ്ഞു ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ മെസ്സി ഇപ്പം വരുന്നതിനും ഇപ്പത്തെ അത്ര അടുത്ത 2 മാസത്തിന് വരും. പക്ഷെ അന്നേരം നമുക്കിത് ഷൂട്ട് ചെയ്തിട്ട് റിലീസാക്കാൻ പറ്റില്ലെങ്കിലും കൂടെ മെസ്സിയുടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇമ്പാക്ട് എന്തായാലും കുറച്ചു കാലം നിൽക്കും. അതിന്റെ സ്ക്രിപ്റ്റ് എല്ലാം റെഡിയാണ്, എല്ലാം ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എല്ലാം റെഡിയാണ്. ഞാൻ 1-2 സംസാരിച്ചു, പക്ഷെ അതിന് കണക്കായിട്ട് പ്രൊഡ്യൂസർ നമുക്ക് വന്നില്ല. ബിഗ് ബഡ്ജറ്റ് ഒന്നും അല്ല, എങ്കിലും കുറച്ച് ബഡ്ജറ്റ് വേണം, എന്നാലും ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് 2.5 മണിക്കൂറുള്ള സാധാരണ സിനിമ യങ്സ്റ്റേഴ്സിന് പറ്റിയ സിനിമയാണ്. പ്ലസ് നമ്മുടെ അതിനകത്ത് ഒരു കോമഡി ട്രാക്ക് ഉണ്ട്. അതെല്ലാം കൂടെ ഒരു കുടുംബത്തിന് ശരിക്കും ഇരുന്ന് കാണാൻ പറ്റുന്ന സബ്ജക്റ്റ്. ഇപ്പോ നമ്മള് സിനിമയൊക്കെ കാണാൻ ആൾക്കാർ കുടുംബസമേതം ഇറങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും അല്ലെ? ഇടക്കാലത്ത് ടിവിയുടെ ആധിക്യം കൊണ്ട് വീടുകളിൽ നിന്ന് സിനിമ കാണാൻ വരുന്ന പ്രവണത അങ്ങനെ കുറെ ടാക്കീസുകൾ നമുക്ക് നഷ്ടപ്പെട്ടു. വീണ്ടും സിനിമ കാണാൻ ആൾക്കാർ പുറത്തേക്ക് കുടുംബസമേതം. നമ്മൾ പൊതുവെ ഇപ്പൊ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് കുടുംബങ്ങളിലൊക്കെ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാണ്ടൊക്കെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം പണ്ടേ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോഴൊക്കെ ഇങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്. ഒന്നാമത് കുട്ടികൾക്ക് വേണ്ട രീതിയിൽ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് വേണ്ട രീതിയിലുള്ള ശ്രദ്ധകൾ കൊടുക്കുന്നില്ല എന്നൊക്കെ അവനെ പറയാം. കാരണം അത് അവരുടെ ജോലി തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമയൊക്കെ വരുമ്പോൾ കുട്ടികളെ കൂട്ടിക്കാണിക്കാന്നൊക്കെ അത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ സമൂഹം നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് ഒരു മെസ്സേജ് കൊടുക്കുക വലിയ കാര്യമാണ്. ഈ കഥ ഞാൻ പറയുന്നില്ല, എങ്കിലും കൂടെ ഈ സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരന്റെ കഥ, ഒരു പയ്യന്റെ കഥയാണത്. അവന്റെ ലൈഫാണ്. പല തടസ്സങ്ങൾ ഉണ്ടായിട്ടും ഈ പറഞ്ഞ ഞാൻ എൻ്റെ ലൈഫ് പറഞ്ഞ പോലെ തന്നെ പല തടസ്സങ്ങൾ ഉണ്ടായിട്ടും ഞാൻ ഒരു സിനിമാ താരം ആകുക എന്നുള്ളത് ഞാൻ ലക്ഷ്യം കണ്ടു. അതുപോലെ ഒരു ഫുട്ബോൾ പ്ലെയർ ആവണം, ലോകം അറിയപ്പെടുന്ന ഫുട്ബോൾ പ്ലെയർ ആവണം എന്നില്ല ലക്ഷ്യത്തോടെ പോകുന്നൊരു പയ്യന്റെ കഥയാണത്. അവൻ അവിടെ എത്തുന്നുണ്ട്. അതാണ് ആ കഥേന്റെ ശുഭപര്യവസാനിയായിരിക്കും. അങ്ങനെയാണ്. നല്ലൊരു സബ്ജക്റ്റാണ്. ഫുട്ബോൾ പ്ലെയർ ആവുന്നു, ലോകം അറിയപ്പെടുന്ന പ്ലെയർ ആവുന്നു. അതാണ് ഇതിന്റെ ബേസ്. അതിന്റെ ആ ഒരു നാൾവഴികളിലൂടെ കടന്നു. അതെ. കണ്ടുള്ള നിൽക്കുന്നവർക്ക് പ്രചോദനം. അതെ. പിന്നെ ഇപ്പം പറഞ്ഞ പോലെ ഡ്രഗ്സ്, കണ്ടമാനം ഡ്രഗ്സ് നമ്മുടെ നാട്ടിൽ കോളേജ് പിള്ളേരെയും ഒക്കെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം. നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് കുട്ടികൾ വളരെ അച്ഛനെ കൊല്ലുന്നു, അമ്മേനെ കൊല്ലുന്നു. ആ ഒരു കാലഘട്ടം കടന്നു പോകുമ്പോൾ ഇത്തരം സിനിമകൾ ഞാൻ പറഞ്ഞ ഈ കുട്ടികൾക്ക് പിന്നെ എന്താ ഒരു എൻകറേജ് ഉള്ള സിനിമകൾ വന്നു കഴിഞ്ഞാൽ തന്നെ കുറെ ആൾക്കാർ അതിനകത്ത് ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഇത് ഓണക്കാലമാണ്. നമ്മൾ ഓണത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അധികമൊന്നും സംസാരിച്ചില്ലെങ്കിലും നമ്മൾ ഈ ഒരു വിശേഷം ഓണത്തിന് നമ്മൾ പരസ്പരം സംസാരിക്കുകയാണ്. നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകരും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനിയൊരു 2 വരി ഓണത്തെക്കുറിച്ചുള്ള ഏതെങ്കിലും ഒരു പാട്ടും കൂടി പാടാം. തീർച്ചയായിട്ടും. പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളി മോഹം പൊന്നിൽ മുത്തായി മാറ്റും പൂവയലിൽ. പൂവിളി പൊന്നോണമായി. എന്തായാലും നിങ്ങൾ വന്നതിൽ സിറ്റി ചാനൽ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ സിറ്റി ചാനൽ പറയുമ്പോൾ എനിക്ക് എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പം ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയാലും നിങ്ങളെല്ലാവരും കാണാനും പരിചയപ്പെടാനും സാധിച്ചു. അത് ഈ പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത് എൻ്റെ വിശേഷങ്ങൾ നിങ്ങളിലൂടെ പിന്നെ പങ്കുവെക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാണാം. ഓക്കെ, താങ്ക് യു. പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ പ്രശസ്ത കവി അന്നൻ കക്കാടിൻ്റെ ഒരു പ്രശസ്തമായ സബലമയാത്ര എന്ന കവിതയിലെ ചില വരികളുണ്ട്. കാലം ഇനിയും ഇരുളും, വിഷുവരും വർഷം വരും, ഓരോ തളിരിലും പൂവയിലും കൈവരും, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഈ വരികൾ
നമ്മുടെ ജീവിത ലോകത്തിൻ്റെ ഈ ഒരു പ്രയാണത്തെക്കുറിച്ച് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ഓണക്കാലവും ഇങ്ങനെ വിവിധ ആഘോഷങ്ങളൊക്കെ കടന്നു പോകുമ്പോഴും നമുക്ക് ചുറ്റും നമ്മളോടൊപ്പം ഈ നാടിൻ്റെ സമ്പൽ സമൃദ്ധിയെ ഇങ്ങനെ നല്ല രീതിയിൽ നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കലാകാരന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. അവരൊക്കെ വളർന്ന് വലിയ രീതിയിൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരും. ഏതായാലും നമ്മോടൊപ്പം ഇന്ന് ഈ ഓണ വിശേഷം പങ്കുവെച്ച ശ്രീ ചന്ദ്രമോഹൻ സാറിന് ഒരുപാട് നന്മകളും സമൃദ്ധിയുമൊക്കെയുള്ള നല്ല കാലങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ഓണക്കാലം ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് ഓണാശംസകളോടെ നന്ദി, നമസ്കാരം.